ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനുള്ള ചർച്ചകളിൽ പങ്കെടുക്കാൻ ഹമാസ് പ്രതിനിധി സംഘം ഈജിപ്തിലെ കെയ്റോയിൽ എത്തിയതായി റിപ്പോർട്ട്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ഡയറക്ടർ വില്യം ബേൺസും ചർച്ചകൾക്കായി ഈജിപ്തിൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ചർച്ചകളോടെ ഈജിപ്തും ഹമാസും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിലെത്തി ചേർന്നേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ചർച്ചകളിൽ പങ്കെടുക്കാൻ ഖത്തർ പ്രതിനിധി സംഘവും ഈജിപ്തിൽ എത്തുന്നുണ്ടെന്നാണ് സൂചന. മധ്യസ്ഥത വഹിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഖത്തറിനും അമേരിക്കയ്ക്കുമൊപ്പം ഈജിപ്തും നേതൃത്വം നൽകുന്നുണ്ട്. പോസിറ്റീവ് മനോഭാവത്തോടെ ഒരു കരാറിലെത്താൻ തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഹമാസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സന്ധി ഉറപ്പാക്കാൻ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാണ്. ഹമാസും CIA ഉദ്യോഗസ്ഥരും ഈജിപ്ഷ്യൻ മധ്യസ്ഥരെ കാണുമെന്ന് ഈജിപ്ഷ്യൻ സുരക്ഷാ വൃത്തങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നു. വെടിനിർത്തലും തടവുകാരുമായുള്ള കൈമാറ്റ കരാറും അംഗീകരിക്കാൻ ഇസ്രയേൽ ഹമാസിന് ഒരാഴ്ച സമയം അനുവദിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ റഫേൽ തങ്ങളുടെ കരയാക്രമണം ആരംഭിക്കുമെന്നാണ് ഭീഷണി. അതേസമയം റഫ നഗരത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടരുതെന്ന് ഇസ്രയേലിനോട് US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗാസയിലെ ജനങ്ങൾക്കും വെടിനിർത്തലിനുമിടയിൽ നിൽക്കുന്ന ഒരേയൊരു കാര്യം ഹമാസ് മാത്രമാണെന്നും കരാറിൽ തീരുമാനമെടുക്കുകയെന്നത് ഹമാസിന് വളരെ എളുപ്പമുള്ള കാര്യമാണെന്നും ബ്ലിങ്കൻ വ്യക്തമാക്കി. അതേസമയം ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.